ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ LSTS പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഏതവസ്ഥയിലാണ്? പലർക്കും കിളി പോയിരിക്കുകയാണെന്നാണ് കമൻസിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയില്ല. നിങ്ങളുടെ എങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ അറിയിക്കുക. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഹിസ്റ്ററിയാണ് നോക്കുന്നത്. അപ്പം യൂട്യൂബിലെ ക്ലാസ്സസൊക്കെ കണ്ട് നോട്ട്സൊക്കെ എഴുതിയെടുക്കുകയാണ്. PSC ഇപ്പോൾ അടുത്ത ഡിഗ്രി എക്സാമിന് വളരെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. UPSC ലെവലിലാണ് ക്വസ്റ്റ്യൻസൊക്കെ വന്നിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോലുള്ളവർ ഇനിയും റാങ്ക് ഫയൽ മാത്രം നോക്കി പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. സിവിൽ സർവീസിന് എഴുതുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് PSC ഇപ്പം എക്സാം പാറ്റേൺ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരോടൊപ്പമാണ് നമ്മളും അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് മത്സരിക്കേണ്ടി വരുന്നത്. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ അതിൻ്റെ വരും. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. NCERT, SCERT, പിന്നെ ലക്ഷ്മികാന്തിൻ്റെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അങ്ങനെ ഒത്തിരി ബുക്സൊക്കെ റെഫർ ചെയ്യാൻ മാത്രം നമുക്ക് ടൈമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ മാത്രം വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും ഇപ്പം LSTSൻ്റെ എക്സാം ഇപ്പം ഈ വിധത്തിലാണല്ലോ ക്വസ്റ്റ്യനൊക്കെ വന്നത്, ഇനിയും പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, എന്തിനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. പക്ഷേ നമ്മളത് അറ്റൻഡ് ചെയ്യണം. ഈ പ്രാവശ്യം ഇപ്പം 3 ടയർ എക്സാം ആക്കിയവർ. ഫസ്റ്റ് ഒരു പ്രിലിംസ് എക്സാം ഉണ്ട്, അതിന് ജയിക്കുന്നവർക്ക് 2 പേപ്പേഴ്സ് ഉണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ. അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ പഠിക്കുക. സിലബസൊക്കെ വരുന്നവരെ നോക്കി നിൽക്കാൻ നമുക്ക് സമയമില്ല, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത് ഞാൻ പഠനത്തിനിടെ ബ്രേക്ക് എടുത്തപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്. മീനിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ സമയത്ത് പറമ്പിലുണ്ടായിരുന്ന പൂച്ചകളെല്ലാം കൂടെ വന്ന് കടിപിടി കൂടി കഴിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നൊരു 5-6 പൂച്ചകളുണ്ട്. അത് ഡെയിലി ഇവിടെ വന്നിങ്ങനെ മീനിൻ്റെ വേസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകുന്നതാണ്. അങ്ങനെ ഉള്ള തത്രപ്പാടിലാണ്. അങ്ങനെ പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 2ാമത്തെ സെഷൻ ഞാൻ പഠിക്കുമായിരുന്നു. അപ്പോഴും നോട്ട്സാണ് എഴുതുന്നത്. മുഗൾ രാജവംശം ആ ഭാഗമാണ് ഞാനിപ്പം നോക്കുന്നത്. നോട്ട്സൊക്കെ എഴുതിയിട്ട് വേണം പഠിക്കാൻ തുടങ്ങാൻ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ സിലബസൊക്കെ നോക്കി. ഇപ്പം ഡിസംബറിൽ അറിയാൻ പറ്റത്തുള്ളൂ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് ഏത് വിധത്തിലായിരിക്കുമെന്ന്. പഴയ പ്രിലിംസിൻ്റെ സിലബസ് വെച്ച് ഇപ്പം പഠിക്കുന്നതാണ് നല്ലത്. കാരണം എന്തായാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ മെയിൻ എക്സാമിനൊക്കെ കാണും. അതും ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ, അങ്ങനെ 2 പേപ്പർ ആക്കിയത് കൊണ്ട് എന്തായാലും ഡീപ്പ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. വെറുതെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും വായിച്ച് പഠിച്ചിട്ടൊരു കാര്യമില്ല. ഒരു കാര്യം എടുത്താലും അതിനെക്കുറിച്ച് A to Z കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് PSC ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം UPSCക്കാർ നമ്മളോടൊപ്പം മത്സരിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മളെപ്പോഴും മനസ്സിൽ തന്നെ വയ്ക്കണം. കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. സ്റ്റേറ്റ് ലെവൽ എക്സാം ആയതുകൊണ്ട് വേക്കൻസീസും കുറവാണ്. അപ്പം കട്ട് ഓഫൊക്കെ ഉയർന്നു തന്നെ എന്തായാലും നിൽക്കും, കുറയാനൊന്നും ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഇപ്പോഴേ നമ്മൾ സെക്കൻഡ്, തേർഡ് ടയർ എക്സാം ഓർത്ത് നമ്മളിപ്പോഴേ ടെൻഷൻ അടിക്കണ്ട. ആദ്യം തന്നെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വയ്ക്കുക. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ആരും ഇപ്പം കഴിഞ്ഞ എക്സാം ഇങ്ങനെയായിപ്പോയി, ഒന്നും എഴുതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടി പഠിക്കാൻ തുടങ്ങുക. എക്സാം എഴുതിയവർക്കൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ക്വസ്റ്റ്യൻസിൻ്റെ ടഫ്നെസ്സും ഒക്കെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടു, ഡീപ്പ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു.
അപ്പം എല്ലാവരും ഇനിയുള്ള ഒട്ടും സമയം കളയാതെ നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയാസൊക്കെ മാറ്റി വെച്ചിട്ട് ഇനിയിപ്പം ഈ വർഷം ഇപ്പം അത് വിളിച്ചാൽ പിന്നെ 3-4 വർഷം കഴിഞ്ഞല്ലേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഈ വർഷം തന്നെ ജോലിക്ക് കയറാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഓരോ വർഷം കഴിയുമ്പോഴും PSC അതിൻ്റെ ചോദ്യ പാറ്റേൺ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ രീതിയല്ല ഈ പ്രാവശ്യം ഉള്ളത്. കഴിഞ്ഞ വർഷം പ്രിലിംസ് ഉണ്ടായിരുന്നു, മെയിൻസും ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം അത് 3 എക്സാംസ് ആക്കി മാറ്റി. ഓരോ വർഷം കൂടുമ്പോഴും ഇങ്ങനെ അതിൻ്റെ ടഫ്നെസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് PSC. എത്ര പേർക്ക് ജോലി കൊടുക്കാതിരിക്കാൻ പറ്റുമോ, അതാണല്ലോ അത് മെയിൻ ഉദ്ദേശം. നമ്മൾ ഈ കിട്ടുന്ന സമയമൊക്കെ ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമുള്ളത്, LDCയുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചത് വാർത്ത എല്ലാവരും കണ്ടു കാണും. അപ്പോൾ അതും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു സ്റ്റഡി വ്ലോഗുമായി വരാം. താങ്ക് യു.